സഹാവൂർ റാണെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അതീവ സുരക്ഷാ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടാണ്. എന്തിനാണ് ഇത്ര വലിയ സുരക്ഷ ഇയാൾക്ക് വേണ്ടി? വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ ഈ സുരക്ഷാ സന്നാഹങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് കൂടി അറിയണം. അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. കാരണം ഇന്നലെ റാണയെ കൊണ്ടുവരും. കാരണം സുപ്രീം കോടതി, അമേരിക്കൻ സുപ്രീം കോടതി റാണയെ ഇന്ത്യക്ക് കൈമാറാൻ സമ്മതിച്ചു, ഉത്തരവിട്ടു. ഉടൻ തന്നെ റാണയെ കൊണ്ടുവരുമെന്ന് നമുക്കറിയാം. ഒരു നിമിഷം പോലും വൈകാതെ തന്നെ ഇന്ത്യ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ചെയ്തു. നമ്മുടെ രാജ്യം ഏറ്റെടുത്ത രാജ്യത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ പകയുള്ള ആൾ ഒരുപക്ഷെ ഹെഡ്ലിയും റാണയുമാണ്. നമുക്ക് ഒരുപാട് പകയുള്ള ആളുകളുണ്ട്, പക്ഷേ നമ്മുടെ ശത്രു പട്ടികയിലുള്ള ആദ്യത്തെ പേരുകളിൽ റാണയുടെയും ഹെഡ്ലിയുടെയും ഒക്കെ ഉണ്ട്. ദാവൂദ് ഇബ്രാഹിമിനെ പോലെ ആളുകളൊക്കെ നമ്മുടെ രാജ്യം ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നവരാണ്. ആ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളെ കിട്ടിയാൽ ഒരു നിമിഷം വൈകാതെ ഇന്ത്യയിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായിരുന്നു. അപ്പോൾ റാണയെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഫ്ലാഷ് ചെയ്ത വാർത്ത ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു വിമാനം അമേരിക്കയ്ക്ക് പോകുന്നു. അമേരിക്കയിൽ നിന്ന് എയർഫോഴ്സിൻ്റെ യുദ്ധവിമാനത്തിൽ കൊണ്ടുവരുന്നു. കാരണം വരുന്ന വഴിക്ക് വല്ല ആക്രമണമൊക്കെ ഉണ്ടായ, കാരണം പാകിസ്ഥാനാണ് ഇതിൻ്റെ പിന്നിലുള്ള, പാകിസ്ഥാൻ സൈന്യം നേരിട്ട് പരിശീലിപ്പിച്ചു വിട്ട ആളുകളെ കൊണ്ട് നടത്തിയ ഓപ്പറേഷനാണ് മുംബൈ ആക്രമണം. അപ്പോൾ ഹെഡ്ലിയും റാണയും പാകിസ്ഥാനിൽ പോയി കറാച്ചി പ്രൊജക്റ്റ് എന്ന് പേരിട്ട ഈ പദ്ധതിയുടെ ആലോചനയിൽ പാകിസ്ഥാൻ സൈന്യം, ISI, ലഷ്കർ, അൽ ഖ്വയ്ദ തുടങ്ങിയ ആളുകളെല്ലാം ഒരുമിച്ചിരുന്നാണ് ഈ കറാച്ചി പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബോംബെയിലും പൂനെയിലും ആക്രമണം നടത്താൻ തീരുമാനിച്ചത്. രണ്ടിടത്ത് ബോംബെയിൽ താജ് ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആക്രമണം നടന്നു. പൂനെയിൽ ജർമ്മൻ ബേക്കറിയിൽ ആക്രമണം നടന്നു. ഇതൊക്കെ ഈ കറാച്ചി പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു. അങ്ങനെയുള്ള പാകിസ്ഥാനെ നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന തെളിവുകൾ തരാൻ കഴിയുന്ന ആളാണ് റാണ. അത് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് വലിയ ക്ഷീണമുണ്ടാവും. അതുകൊണ്ട് പാകിസ്ഥാനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ലോകത്ത് പലയിടത്തുമുള്ള ഇസ്ലാമിക തീവ്രവാദ ശക്തികളോ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് തടയുമെന്നതിനാൽ യുദ്ധവിമാനത്തിൽ കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിരുന്നത്. അപ്പം മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു. നമ്മളും ചെയ്ത വീഡിയോക്ക് വന്നു, ഒരു ഇന്ത്യയുടെ യുദ്ധവിമാനത്തിൽ ഒരു പക്ഷേ റഫേൽ പോലെയുള്ള ഒരു യുദ്ധവിമാനം പോയിട്ടായിരിക്കും റാണയെ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഇന്ത്യ ഗവൺമെൻറ്, സുരക്ഷാ ഏജൻസികൾ വേറെ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതായത് വിയന്നയിൽ നിന്ന് ഒരു വിമാനം വാടകയ്ക്കെടുത്തു. വിയന്നയിൽ നിന്ന് ഒരു വിമാനം വാടകയ്ക്കെടുത്ത് ലോസ് ഏഞ്ചൽസിലെ മിയാമി എയർപോർട്ടിൽ കൊണ്ടുവന്നു. കോടതി ഉത്തരവ് അനുകൂലമാകുമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ തന്നെ നേരത്തെ തന്നെ നമ്മൾ മുന്നൊരുക്കങ്ങൾ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ റോ, IB, NIA ഒക്കെ എടുത്ത ഓപ്പറേഷൻസ് ഒരു കാരണവശാലും ലീക്കാവരുത്. എങ്ങനെ വരുന്നു, എവിടുന്ന് വരുന്നു അറിയരുത്. അപ്പോൾ ഒരു വിമാനം വിയന്നയിൽ നിന്ന് വാടകയ്ക്കെടുത്തു. അത് ലോസ് ആഞ്ചൽസിലെ മിയാമി എയർപോർട്ടിൽ കൊണ്ടുവരുന്നു. അത് ഗൾഫ് സ്ട്രീം G550 എന്ന് പറയുന്നൊരു വിമാനമാണ് എടുത്തത്. പക്ഷേ ഈ വിമാനങ്ങൾ പറക്കുമ്പോൾ സ്കൈ റഡാർ പോലെയുള്ള ആപ്പുകളുണ്ട്. അങ്ങനെയുള്ള ആപ്പുകൾ വെച്ച ഫ്ലൈറ്റ് ട്രാക്കേഴ്സ് ഉണ്ട്. ഫ്ലൈറ്റ് ട്രാക്കേഴ്സ് എന്ന് ഏതെല്ലാം വിമാനം എവിടെല്ലാം പോകുന്നു അറിയാൻ പറ്റും, ട്രാക്ക് ചെയ്യാം. എങ്ങനെയെങ്കിലും ഈ ഗൾഫ് സ്ട്രീം G550 എന്നുള്ള വിമാനത്തിലാണ് റാണയെ കൊണ്ടുവരുന്നു എന്നുള്ള വിവരം ലീക്കാവാതിരിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തു. രഹസ്യമായിട്ടാണ് എടുത്തത്. അതാണ് വിയന്നയിൽ നിന്ന് എടുത്തു, മിയാമി കൊണ്ടുവരുന്നു, അവിടുന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. ഇത്രയും ചെയ്തെങ്കിൽ പോലും ഇനിയും അത് ലീക്കായാലോ എന്ന് കരുതിയിട്ട് ഈ വിമാനത്തിൻ്റെ പേരങ്ങ് മാറ്റി. അതായത് ഡമ്മി കോഡ് കൊടുത്തു വിമാനത്തിന്. നിലവിലുള്ള കോഡ് മാറ്റി ഡമ്മി കോഡ് കൊടുത്തു. അപ്പോൾ നോക്കുമ്പം ഈ ഫ്ലൈറ്റ് ഗൾഫ് സ്ട്രീം G550 കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാലും ആ വിമാനം മിയാമി എയർപോർട്ടിൽ കിടക്കുകയാണ്. അവിടുന്ന് പോകുന്നത് വേറെ കോഡുള്ള ഒരു ഫ്ലൈറ്റാണ്. അപ്പോൾ ഇത് ഫ്ലോറിഡ കോടതിയാണ് ഇയാളെ വിട്ടയക്കാൻ ഉത്തരവിട്ട. ഫ്ലോറിഡയിൽ നിന്ന് ലോസ് ആഞ്ചൽസിലേക്ക് അല്ലെങ്കിൽ മിയാമി എയർപോർട്ടിലേക്ക് അമേരിക്കയുടെ സ്കൈ മാർഷൽസ് എന്ന് പറയുന്ന അതീവ സുരക്ഷാ സന്നാഹമുള്ള എയർഫോഴ്സ് കമാൻഡോകളുടെ അകമ്പടിയോടെയാണ് ഇന്ത്യക്ക് കൈമാറുന്നത്. അവിടെ നമ്മുടെ NSG, നമ്മുടെ NIA ഒക്കെ അവിടെ കാത്തിരുന്നു. അപ്പോൾ അമേരിക്കൻ ജയിലിൽ നിന്ന് സ്കൈ മാർഷലിൻ്റെ സഹായത്തോടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഗൾഫ് സ്ട്രീം G550 എന്ന് പറയുന്ന സ്വകാര്യ വിമാനത്തിൽ, ചാർട്ടേഡ് വിമാനത്തിൽ കയറ്റുന്നു. എന്നിട്ട് ഇയാൾക്ക് ചുറ്റും ഏറ്റവും അടുത്ത് ഇയാളിരിക്കുന്ന സീറ്റിൻ്റെ ആദ്യത്തെ റോയിൽ വളഞ്ഞിരുന്നത് NSG, അതിനുശേഷം NIA, അതിനൊപ്പം US-ൻ്റെ അമേരിക്കയുടെ സ്കൈ മാർഷൽസ്. അങ്ങനെ ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സെക്യൂരിറ്റി വലയത്തിലാണ് റാണയെ കൊണ്ടുവന്നത്. മാത്രമല്ല ഇത് വരുന്ന വഴിക്ക് നമ്മൾ വേറെ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്നു. ഒറ്റയടിക്ക് പറക്കാൻ പറ്റില്ല. അപ്പോൾ എവിടെ നിന്ന് ഫ്യൂവൽ അടിക്കാൻ പിറ്റ് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. ഫ്യൂവൽ റീഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള പിറ്റ് സ്റ്റോപ്പായിട്ട് തീരുമാനിച്ച റൊമാനിയ എന്ന് പറയുന്ന രാജ്യമാണ്. യൂറോപ്പിൽ നിന്ന് അടിക്കും ഇതൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിലും റൊമാനിയയിൽ ഇറങ്ങി അവിടെ നിന്ന് ഇന്ധനം നിറച്ചു ഈ വിമാനം.
അപ്പോഴും ആർക്കും അറിയില്ല ഏതൊരു വിമാനം വരുന്നു, എന്താണെന്നറിയില്ല, അതിനകത്താരാന്നറിയില്ല, ഇന്ധനം ഇന്ധനം നിറയ്ക്കുന്നു പോകുന്നു, ഇന്ധനം നിറയ്ക്കുന്നു, അതിൻ്റെ ചെക്കിൽ കൊടുക്കുന്നു പോകുന്നു എന്ന് പറഞ്ഞ പോലെ അത് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇന്ത്യയിൽ വന്ന് എത്തി. അതായത് അമേരിക്ക ട്രംപിൻ്റെ സർക്കാർ ചെയ്ത ഒരു സൗജന്യം അല്ലെങ്കിൽ സഹായം എന്ന് പറയുന്നത് കരുതൽ എന്ന് പറയാം. അതായത് വേണമെങ്കിൽ അവർക്ക് അവിടെ വന്നിട്ട് മിയാമി എയർപോർട്ടിൽ റാണയെ കൈമാറിയിട്ട് അവരുടെ സ്കൈ മാർഷലിന് തിരിച്ചു പോവാം. പക്ഷേ അവർ ഇന്ത്യയുടെ കൂടെ, ഇന്ത്യൻ ഏജൻസികളുടെ കൂടെ പാലം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലാണ് വിമാനം ഇറങ്ങുന്നത്. അവിടെ വരെ വന്നു. അവിടെ വരുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ഹൈ സെക്യൂരിറ്റി അലർട്ടാണ്. ഡൊമസ്റ്റിക് ഇറങ്ങുന്നിടത്തല്ല, സാധാരണ യാത്രാ വിമാനം, ഡൊമസ്റ്റിക് അല്ല, സാധാരണ യാത്രാ വിമാനങ്ങൾ വരുന്ന സ്ഥലത്തല്ല, ടെക്നിക്കൽ ഏരിയ ഇറങ്ങുക. അതീവ സുരക്ഷയുള്ള ആളുകൾക്ക് വരുമ്പോൾ ടെക്നിക്കൽ ഏരിയ ഇറങ്ങിയിട്ട് അവിടെ ഗ്രീൻ കോറിഡോർ വഴി പുറത്ത് പോയിട്ടാണ് പാട്യാല കോടതി കൊണ്ടുപോകുന്നത്. ഇനി പോകുമ്പോഴോ, പോകുന്ന വഴിക്ക് റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു. എയർപോർട്ടിൽ നിന്ന് പാട്യാല കോടതി വഴിയുള്ള റോഡ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പോകുന്നതിനേക്കാളും ഇരട്ടി സുരക്ഷ. RAF ഉൾപ്പെടെയുള്ള സേനയെ വിന്യസിച്ചു. അതുകൂടാതെ 20 വാഹനങ്ങളുടെ അകമ്പടിയോടെ ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള വാഹനത്തിലാണ് റാണയെ കൊണ്ടുപോയത്. അതിൻ്റെ മുന്നിലും പിന്നടിയും ആർമേഡ് വാഹനങ്ങളുണ്ടായിരുന്നു. ഒപ്പം ആംബുലൻസ്, ഫയർഫോഴ്സ് തുടങ്ങി നോക്കുമ്പോൾ പിന്നെ പ്രധാനമന്ത്രിയൊക്കെ പോകുന്നവരെ മൊബൈൽ ജാമറുകൾ ഒക്കെ റെഡി. അതോടൊപ്പം തന്നെ മുംബൈയിലെ ആർദർ റോഡ് കോടതിയിലെ ഒരു പ്രത്യേക കല്ലറയുണ്ട്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, റാണയ്ക്ക് വേണ്ടി കല്ലറ ഒരുങ്ങി എന്ന് പറഞ്ഞിട്ട്. ആർദർ റോഡ് കോടതിയിലെ ബാരക് നമ്പർ 12 എന്ന് പറയുന്ന ഒരു കല്ലറ എന്ന് പറഞ്ഞാൽ ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ കല്ലറയാണ്. അതിനകത്ത് അതായത് ബോംബ് വെച്ചാലും തകരത്തില്ല. ആ കല്ലറയിലാണ് ഈ കേസിൽ തന്നെ പിടികൂടപ്പെട്ട് വിചാരണയ്ക്ക് ശേഷം തൂക്കിക്കൊന്ന അജ്മൽ കസബിനെ പാർപ്പിച്ചത്. ആ കല്ലറയും റെഡിയാക്കിയിട്ടിരുന്നു. പക്ഷേ ഇന്നലെ തീഹാറിലാണ് പാർപ്പിച്ചത്. എന്നാൽ പോലും ഒരുപക്ഷെ കോടതി പറയുകയാണ് മുംബൈയിൽ നടന്ന ഭീകരാക്രമണമാണ്, വിചാരണ മുംബൈ കോടതി വേണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റിയാൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആർദർ റോഡ് ജയിലിലെ ബാരക് നമ്പർ 12, ജയിലെന്നല്ല, സെൽ നമ്പർ എന്നല്ല, ബാരക് നോക്കണം, ആ പേര് തന്നെയാണ്, അത് റെഡിയാക്കിയിട്ടു. അങ്ങനെ എല്ലാ സുരക്ഷാ സന്നാഹങ്ങളോടും കൂടിയിട്ടാണ് ഇയാളെ ഇപ്പോൾ നമ്മൾ കൈവശം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ കോടതിയിൽ വീണ്ടും ഹാജരാക്കിയിട്ട് കസ്റ്റഡി കൊടുക്കും. കസ്റ്റഡി കൊടുത്തതിന് ശേഷം ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് ഇയാൾ പവൈ ഈ ഹോട്ടലിൽ മുംബൈയിൽ താമസിച്ചിരുന്നു, അവിടെ കൊണ്ടുപോകണം. ബോംബെയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകണം. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകണം. താജ് ഹോട്ടലിൽ അവിടെ കൊണ്ടുപോകണം. കാരണം ഇവിടങ്ങളിലൊക്കെ ഇയാൾ പോയിട്ട് ചിത്രങ്ങൾ എടുക്കുകയും അതിൻ്റെ രേഖാചിത്രങ്ങൾ തയ്യാറാക്കുകയും ഒക്കെ മറ്റുള്ളവർക്ക്, പാകിസ്ഥാൻ ഭീകരന്മാർക്ക് അയച്ചു കൊടുത്തിരുന്നു. പിന്നെ മാത്രമല്ല ഹെഡ്ലിയുമായിട്ട് ഇയാൾ 8 തവണയായിട്ട് 200 തവണ ഫോൺ വിളിച്ചിട്ടുണ്ട് മുംബൈയിൽ താമസിക്കുമ്പോൾ. 10 ദിവസം ഈ ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ്, ഇപ്പോൾ 10ാം ദിവസമാണ്, 10 ദിവസം മുമ്പാണ് കൊച്ചിയിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞ് അയാൾ ഇന്ത്യയിൽ നിന്ന് നേരെ ദുബായിക്ക് പോയി. അങ്ങനെ ഇയാളെ കൊണ്ടുവന്നിട്ട് എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിൽ ഉൾപ്പെടെ ഇപ്പോൾ ആഗ്രയിൽ കൊണ്ടുപോകണം, ഹാപ്പൂരിൽ കൊണ്ടുപോകണം, മുംബൈ കൊണ്ടുപോകണം. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഈ 20 ദിവസമാണ് കസ്റ്റഡി ചോദിക്കുന്നത്. 20 ദിവസം ചോദ്യം ചെയ്യൽ മാത്രമല്ല, തെളിവെടുപ്പിന് ഈ സ്ഥലങ്ങളിൽ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് 20 ദിവസം ഒരുപക്ഷെ അനുവദിച്ച് കൊടുത്തേക്കാം. 20 ദിവസം കൊടുത്തില്ലെങ്കിലും ഒരു 10 ദിവസം കൊടുത്തിട്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഏതായാലും രാജ്യം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഇയാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. കാരണം നമുക്ക് വല്ലാത്തൊരു അട്ടിമറി ഭയമുണ്ടായിരുന്നു. ഇത് ഇന്ത്യയിൽ ഈ റാണയെ എത്തിക്കുന്നതിന് പാകിസ്ഥാനുമായി ബന്ധമുള്ള വിധ്വംസക മതശക്തികൾ, മതഭീകരവാദ സംഘടനകൾ എങ്ങനെയും ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമമുണ്ട്, ആ അട്ടിമറിക്കാനുള്ള സാധ്യത ഉണ്ടാവുമെന്നുള്ള അതിശക്തമായ മുന്നറിയിപ്പ് ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഭാഗത്തുണ്ടായി. അതുകൊണ്ടാണ് അമേരിക്കൻ സ്കൈ മാർഷൽസ് നമ്മുടെ കൂടെ വന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ കിട്ടി. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന് ഉൾക്കിടിലം ഉണ്ടാകുന്ന കാര്യമാണ്. റാണയുടെ തെളിവെടുപ്പിന് ശേഷം റാണ പറയുകയാണ്, ഈ പറയുന്ന പോലെ ഈ നടത്തിയതെല്ലാം പാകിസ്ഥാന്റെ ഒത്താശയോടുകൂടിയാണ് എന്ന് വന്നാൽ ലോകത്തിന് മുന്നിൽ വല്ലാതെ നാണം കെടും. ഇന്ത്യ എന്ത് നിലപാടെടുക്കുമെന്നറിയത്തില്ല. അത് പാകിസ്ഥാൻ വല്ലാതെ വിറളി എടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. റാണ പാകിസ്ഥാനിൽ ജനിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. ഹെഡ്ലിയുമായിട്ട് ഹസൻ അബ്ദൽ സൈനിക സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചപ്പോൾ മുതലുള്ള സൗഹൃദമാണ്. ഹെഡ്ലിയായിട്ട് സൈനിക സ്കൂളിലാണ് പഠിച്ചത്. ഇയാൾ പാകിസ്ഥാനിലെ ക്യാപ്റ്റനായിരുന്നു, പട്ടാളക്കാരനായിരുന്നു റാണ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, പട്ടാളക്കാരന് ആർമി മെഡിക്കൽ കോറിന്റെ ക്യാപ്റ്റനായിരുന്നു, ഡോക്ടറാണ് ആയിരുന്നു. അപ്പം സൈന്യവുമായിട്ടുള്ള ബന്ധമുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന് നേരിട്ട് ബന്ധങ്ങളുണ്ട് എന്ന് അജ്മലിലൂടെ നമുക്ക് വ്യക്തമായി. പക്ഷെ അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന കൂടുതൽ ബന്ധങ്ങൾ, നേരത്തെ ഇന്ത്യ തേടുന്ന പല ഭീകരന്മാരുടെ പട്ടിക നമ്മുടെ കയ്യിലുണ്ട്. അവരൊക്കെ ഉണ്ടെന്ന് നമുക്ക് സംശയമുണ്ട്. അവരിലേക്ക് നയിക്കുന്ന തെളിവുകൾ കിട്ടിയാൽ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളാകും എന്നതുകൂടി കണക്കിലെടുത്ത് പാകിസ്ഥാൻ്റെ ഒരു അട്ടിമറി ശ്രമം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. മാത്രമല്ല അൽ ഖ്വയ്ദയുണ്ട്, ലഷ്കർ ഇ തയ്ബയുണ്ട്,
IS ഉണ്ട്, IS റിക്രൂട്ട്മെന്റ് കേസിലും ഇവർക്കൊക്കെ പങ്കുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇവർ പാകിസ്ഥാൻ പറഞ്ഞത് ഇയാള് പാകിസ്ഥാൻ പൗരനല്ല, കാനഡ പൗരനാണ്. ഇയാൾ പണ്ടേ ഞങ്ങൾക്കൊരു ബന്ധമില്ല. 20 വർഷമായിട്ട് ഇയാള് അവിടെ പാകിസ്ഥാന്റെ രേഖകളൊക്കെ പുതുക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിചിത്രമായ ഒരു സ്റ്റേറ്റ്മെന്റ്. പാകിസ്ഥാൻ ഇപ്പൊ പറയേണ്ട ഒരു കാര്യമില്ല, കൈയൊഴിയുകയാണ്. ഞങ്ങൾക്ക് നേരെ വരരുതേ എന്നുള്ള പ്രാർത്ഥന പാകിസ്ഥാന്റെ ഈ സ്റ്റേറ്റ്മെന്റിൽ വായിക്കാറുണ്ട്. അപ്പൊ ഈ രാജ്യത്ത് ഒരു കുറ്റവാളിയെ കൊണ്ട് ഇന്നോളം ഇത്ര ഗംഭീരമായ അങ്ങനെ പറയണം സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിട്ടില്ല. ഇത് നമ്മൾ ഇതിനകത്ത് അഭിനന്ദിക്കേണ്ടത് ഇന്ത്യൻ സർക്കാരിനാണ്. ഇന്ത്യൻ സർക്കാർ വിടാതെ പിന്തുടർന്ന് അമേരിക്കയിൽ കേസ് നടത്തി, അമേരിക്കയിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ ഹെഡ്ലിയെ കൊണ്ടുവരാതെ എങ്ങനെ ഈ കേസ് മുന്നോട്ട് പോകും? അതൊരു വലിയ ചോദ്യമാണ്. ഹെഡ്ലിയെ കുറിച്ചിപ്പോൾ കേൾക്കുന്ന ഒരു കഥ, ഹെഡ്ലി ഒരു ഡബിൾ ഏജന്റ് ആയിരുന്നു, ഒരേ സമയം അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും ഏജന്റ് ആയിരുന്നു എന്നുള്ള തിയറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഹെഡ്ലിയെ ഈ റാണയ്ക്കെതിരെ ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതി വിധി വന്ന് ഹെഡ്ലിയുടെ മൊഴി അനുസരിച്ചാണ്. ഹെഡ്ലി പറയുന്നു, ഹെഡ്ലി വെളിപ്പെടുത്തി റാണയ്ക്ക് പങ്കുണ്ട്, റാണ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു, എനിക്ക് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തന്നത്, എനിക്കൊരു ഓഫീസ് ഉണ്ടാക്കി തന്നത്, ഒരു ജോലി ചെയ്യാനുള്ള ഓഫീസ്, ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്നതൊക്കെ റാണയാണെന്ന് ഹെഡ്ലി കോടതിയിൽ പറഞ്ഞിരുന്നു. ഹെഡ്ലിയുടെ മൊഴി കൂടി കണക്കിലെടുത്ത ഹെഡ്ലി റാണയ്ക്കെതിരെ മൊഴി കൊടുത്തു. റാണയ്ക്കെതിരെ മൊഴി കൊടുത്തതുകൊണ്ടാണ് ഇന്ത്യക്ക് കിട്ടിയത്. പക്ഷേ ഈ റാണയ്ക്കെതിരെ മൊഴി കൊടുക്കുമ്പോൾ അമേരിക്കൻ ഏജൻസിയോട്, FBI ഒരു ഉറപ്പ് ഹെഡ്ലി ആവശ്യപ്പെട്ടിരുന്നു, ഞാൻ നിങ്ങളെ സഹായിക്കാം ഈ കേസിൽ, പക്ഷേ എന്നെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കരുത് എന്നൊരു കരാറുണ്ടായിരുന്നുവെന്നും ആ കരാർ പാലിക്കാൻ ആ കരാർ കോടതിയിൽ അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നിയമപരമായി ആ കരാർ ബ്രേക്ക് ചെയ്ത് ഹെഡ്ലിയെ ഇന്ത്യക്ക് കൈമാറാൻ തടസ്സമുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് ഹെഡ്ലി ഒരേ സമയം പാകിസ്ഥാൻ്റെയും അമേരിക്കയുടെയും ഏജൻ്റായിരുന്നു, ഡബിൾ ഏജൻ്റ് ആയിരുന്നു. തങ്ങളുടെ കൂടി ഏജൻ്റ് ആയിരുന്ന ഒരാളെ കൈമാറാൻ അമേരിക്ക തയ്യാറാകുമോ എന്നൊരു സംശയവും കൂടി ചില ഡിഫൻസ് പ്രതിരോധ വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്ന ചില കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഇത് കണ്ടറിയണം. ഏതായാലും റാണയെ കിട്ടിയെന്നുള്ളത് വലിയ വിജയമാണ്. പാകിസ്ഥാനിലേക്ക് നയിക്കാനുള്ള നിർണായകമായ തെളിവുകൾ റാണയിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.